ചില ദിവസം ചില ടൈമിൽ നമ്മൾ ഇനിയിപ്പോൾ എന്ത് കൂട്ടാൻ വെക്കും എന്ത് കറി വെക്കും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണോ ആ ഒരു ടൈമിൽ എടുത്ത് വെക്കാം. അങ്ങനെ രാവിലെ ഒന്ന് കലക്കി പറഞ്ഞ അപ്പം ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ കടലക്കറിയും കൂടാണ് കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾ കഴിച്ച ആ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പാത്രം കഴിക്കാൻ മതി. അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇഞ്ചിണ്ട്, കടലുണ്ട്, ചെറുപയറുണ്ട്, സോയ, വെള്ളപ്പയർ, കുമ്പളങ്ങ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മുളച്ചിട്ടില്ല, ചെറുതായിട്ട് മുള അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ ഇങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ. കുറേ ദിവസം ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഞാനൊരു 2-3 ദിവസമൊക്കെയാണ് ഇങ്ങനെ വെക്കാറുള്ളത് കേട്ടോ. കാരണം എന്താ പറയുക, പെട്ടെന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാണ്ടോ എന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇനി ആദ്യമൊക്കെ വെള്ളത്തിലിട്ടത് കാവണ്ടേ, അപ്പം തന്നെ നമുക്ക് ചടക്കും. കുറച്ച് മീൻ കറിയും ബാക്കിയുള്ളത് മസാല ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു. കുറച്ച് നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് ഒരു 2-3 എണ്ണൊക്കെ കറിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ആ ഒരു കറി വേറെ ലെവലായിരിക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്ത് കടയിലെത്തി. അപ്പോഴേക്ക് ഷിബിക്ക് ഞങ്ങളൊക്കെ കാണാൻ പുതിയതാണെന്ന് പറഞ്ഞിട്ട് ജെല്ലമോൾ എടുത്തിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ചിന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് എന്തൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫാദിക്കുട്ടി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് വീട്ടിലെത്തണമല്ലോ. അങ്ങനെ ഞാൻ എണ്ണക്കടി വാങ്ങിയിട്ട് ഞാൻ ആദ്യം പോന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഓട്ടോയിലാണ് കേട്ടോ വന്നത്. ഷിബി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വീടും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വീടൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ജെല്ല ബേബിക്കാണെങ്കിൽ ആരനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ചിരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികളെ എനിക്കൊന്നും കൂടെ ഇഷ്ടമാണ് കേട്ടോ. കാരണം ഫാദിക്കുട്ടിക്കൊക്കെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കത് ആ ഫാദിൻ്റെ ബസ്സൊക്കെ വന്നു. അവനെ ഞാൻ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. കാരണം ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ചെറിയൊരു സങ്കടം ഉണ്ടാവും. ചിലപ്പോൾ കുഴപ്പമില്ല, ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. സമൂസയും ബോണ്ടിയും ചിക്കൻ പക്കോടയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബേബി ഫസ്റ്റ് കണ്ടപ്പോൾ ഒക്കെ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കടയിൽ നിന്ന് കുഞ്ഞാക്കാൻ്റെ അടുത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീട്ടിലെത്തിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും പരിചയമായി. പെൺകുട്ടികളെ കണ്ടാൽ എന്താണെന്ന് അറിയില്ല. ആൺകുട്ടികളെ കാണുമ്പോൾ നമുക്ക് അത്ര കണ്ട് തോന്നൂല. പക്ഷെ പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒന്നാമത് നമുക്കില്ല, എനിക്കാദ്യം പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് 2 ആൺകുട്ടികളെ തന്നത്. മറ്റേ ആൾ ഇതാ സ്കൂളിൽ വന്നിട്ട് ഇതാ മിൽക്ക് മേഡ് കഴിക്കാൻ കേട്ടോ. ഇത് എത്ര കിട്ടിയാലും എടുത്തുകൊണ്ട് കഴിച്ചോളൂ. ഞാൻ എവിടെ മാറ്റി വെച്ചാലും ഇതെടുത്ത് കഴിക്കും. ഇന്ന് ചപ്പാത്തിൻ്റെ പാക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നോക്കാനായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.